ഹലോ നമസ്കാരം. വാലന്റൈൻസ് ഡേ ഇങ്ങ് എത്തി. അപ്പോൾ 2 ഗിഫ്റ്റ് റാപ്പിംഗ് ഐഡിയാസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് തുറന്ന് കാണിച്ചു തരാം. ഒരു മഗ്ഗാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബോക്സിൽ ഇട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഗിഫ്റ്റ് എങ്ങനെയാണ് റാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു ബോക്സ് എടുക്കുക. എന്നിട്ട് അതിൽ ഇട്ട് വയ്ക്കാം. ലാസ്റ്റ് ഒരു സെല്ലോ ടാപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് പൊതിയുന്ന ഒരു പേപ്പർ വേണം. പല റേറ്റിലുള്ള അവൈലബിൾ ആണ്. ഇത് 5 രൂപയുടെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് പറയാം. ഈ ഒരു പേപ്പർ ഞാൻ 38 സെൻറ്റിമീറ്റർ നീളത്തിലും 35 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലധികം ഉണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കൂടാതെയുള്ള മെഷർമെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബോക്സ് 10-11 മെഷർമെൻറ്റിലുമാണ് ഉള്ളത്. ആദ്യം ഈ ഒരു പേപ്പർ നീളത്തിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ ബോക്സ് വെക്കുക. എന്നിട്ട് ഇതേപോലെ ആ ഒരു ബോക്സിൻ്റെ 3/4 ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബാക്കി വരുന്ന ഭാഗം ഇതേപോലെ അകത്തേക്കാക്കിയിട്ട് ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം മുകളിലേക്കായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി. മടക്കുന്ന സമയത്ത് ഇതിൻ്റെ എഡ്ജസ് എല്ലാം നല്ല ഷാർപ്പായിട്ടാണ് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മളിത് പൊതിഞ്ഞ് വരുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇവിടെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തു കൊടുക്കണം. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ കുറേ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഒന്ന് കയറി കണ്ടു നോക്കുക, യൂസ്ഫുൾ ആവും. ഈ ഒരു ഭാഗത്ത് നമുക്കിപ്പോൾ ക്രോസ് ആയിട്ടാണ് കിട്ടുക. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഇതേപോലെ അകത്തേക്കാക്കിയിട്ടൊന്ന് മടക്കിയതിന് ശേഷം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ 2 സൈഡിലും കുറച്ച് പേപ്പർ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അതും നേരത്തെ നമ്മൾ ഫ്രണ്ടിലോട്ട് വെച്ച് ഒട്ടിച്ചതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. നല്ല ഭംഗിയിലുള്ള കുറച്ച് പാറ്റേൺസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മടക്കിയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന്. അപ്പോൾ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇത് കൂടാതെയുള്ള മെഷർമെൻറ്റാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ബോക്സിൻ്റെ താഴെയുള്ളൊരു പോർഷൻ മാത്രമേ കവർ ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ നീറ്റ് ആവുന്ന രീതിയിൽ 2 സൈഡിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഈ 2 സൈഡ് ഒട്ടിക്കാം. ഇത് ഈ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് മടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ അടുത്ത റാപ്പിംഗ് ഐഡിയയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും മടക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നല്ല പാറ്റേൺസോട് കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 2 സൈഡിലും മടക്കിയപ്പോൾ നമുക്ക് ഇനിയൊരു ട്രയാങ്കിൾ ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി സെൻറ്ററിലേക്കാക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് അകത്തേക്കാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഗിഫ്റ്റ് റാപ്പിംഗ് ഐഡിയ. വളരെ സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലുള്ള പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കാണിച്ചു തരാം. എത്രത്തോളം നീറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഈ ഒരു ഗിഫ്റ്റിനെ ഒന്നുകൂടി മൊഞ്ചാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സാറ്റിൻ റിബൺ എടുക്കാം. എന്നിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അവിടെ ഒരു ബോ ഷേപ്പ് വരുന്ന രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഞാനിവിടെ ഈ ഒരു യെല്ലോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ കോമ്പിനേഷൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. മാക്സിമം അടിപൊളി കോമ്പിനേഷൻസ് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് റാപ്പിംഗ് ഐഡിയ. അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളതോ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതോ ആയിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി അടുത്തത് നിങ്ങളൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഗിഫ്റ്റാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് സൺഗ്ലാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് റാപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കാണിക്കാനായിട്ട് ഒരു കണ്ണടയുടെ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി റാപ്പിംഗ് പേപ്പർ വേണം. ഇത് നമ്മൾ നേരത്തെ എടുത്ത ടൈപ്പല്ല, വേറൊരു ടൈപ്പാണ്. ഗിഫ്റ്റ് ഈ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു തവണ മടക്കിയിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്നത് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അധികം നീളത്തിലൊന്നും എടുക്കണ്ട. നമ്മൾ എടുക്കുന്ന ഗിഫ്റ്റിന് കണക്കാക്കിയിട്ട് കുറച്ചധികം എടുത്താൽ മതി. പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല.
ഇനി നമുക്കൊരു സാറ്റിൻ റിബൺ വേണം. അപ്പോൾ ഇഷ്ടമുള്ള കളറിൽ എടുക്കാം. ഞാനിവിടെ ഒരു പിങ്ക് കളറിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഗിഫ്റ്റിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ബോ ഷേപ്പിലാണ് കെട്ടിക്കൊടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുത്താലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അങ്ങനെ 2 സൈഡും ഒരേപോലെ തന്നെ വേണം ചെയ്തു കൊടുക്കാൻ. പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മിഠായിയുടെ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐഡിയ ആണിത്. ഈ 2 എണ്ണത്തിൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഐഡിയ ആണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.